ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PG ലെൻസർ നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരിക്കുന്ന എഴുകുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ R. പ്രദീപ് അവർ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് കേരള യുവ സംഘത്തിന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും എഴുകുന്ന ഗോപിനാഥിന്റെ സുഹൃത്തു കൂടിയായ D. പ്രകാശൻ അവർ. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. ജീവൻ, കേരള യുവ സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറി S. അഭിലാഷ്, CPIM-ന്റെ അരൂർ ഏരിയ കമ്മിറ്റി അംഗം CT വാസു, CPI-യുടെ LC സെക്രട്ടറി PS സുജിൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അംഗം PP അനിൽകുമാർ, KSSP പട്ടണക്കാട് മേഖലാ സെക്രട്ടറി ശ്രീ മധുക്കുട്ടൻ, പുരോഗമന കലാ സാഹിത്യ സംഘം TT രമേശൻ, സഹപാഠി മുൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറുമായിരുന്ന PC മണി, കേരള സംസ്ഥാന സമിതി അംഗം PP മധു, സഹോദരനായ VM ജയപ്രകാശ് അവർ. പ്രശസ്ത മജീഷ്യനും ശാസ്ത്ര പ്രചാരകരുമായിരുന്ന ശ്രീ എഴുകുന്ന ഗോപിനാഥ് കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് നമ്മൾ ഇവിടെ വന്നത്. അദ്ദേഹം മരിച്ചിട്ട് ഇന്നേക്ക് ഏകദേശം 23 ദിവസം തികയാണ്. അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം തന്റെ കണ്ണുകൾ ഇന്നും ജീവിക്കുന്നുണ്ട്. ഈ ലോകത്തിന് വെളിച്ചമേയിക്കൊണ്ട് 2 കണ്ണുകൾ അദ്ദേഹം ദാനം ചെയ്തു. കൂടാതെ തന്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്തു. അദ്ദേഹം മരിക്കുന്നത് വരെ നമ്മുടെ ഈ സമൂഹത്തിന് വളരെയധികം വില നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ നൽകിയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. ഈ പരിപാടിയുടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം പറയുക എന്നൊരു കടമയാണ് എന്നിലുള്ളത്. വളരെ ദീർഘനേരം ഞാൻ സംസാരിക്കുന്നില്ല. കാരണം ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള സംസാരിക്കാനും അതിനെപ്പറ്റി അറിയുന്നതിനുള്ള സഹപാഠികളും കാര്യങ്ങളും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യം തന്നെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന കേരള യുവ സംഘത്തിന്റെ താലൂക്ക് പ്രസിഡന്റ് PG ലെനിൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഏറ്റിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് R. പ്രദീപ് അവരെ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ലെനിൻ, അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജീവൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുലേഖാസു, അതുപോലെ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സമിതി കമ്മിറ്റി ചെയർമാൻ മധുക്കുട്ടൻ, ഇന്ന് നമുക്ക് സ്വാഗതാശംസിച്ച D. പ്രകാശൻ സാറ്, CT വാസു,
നമ്മുടെ സുബിയുടെ എഡിഷൻ സെക്രട്ടറി, ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഗോപിനാഥൻ സാറിന്റെ ഈ അനുസ്മരണമാണ്. ഗോപിനാഥൻ സാറിന്റെ എരമ്പൂരുള്ളതാണെങ്കിലും പുള്ളിയുടെ പ്രവർത്തന മണ്ഡലം പകവൂരായിരുന്നു. പുള്ളിയുടെ ശരീരം പോലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുത്ത് അത്രയും വലിയ ഒരു നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു. പുള്ളിയുടെ ഈ അനുസ്മരണ സമ്മേളനത്തിന് എല്ലാവിധ ഇതും നേർന്നുകൊണ്ട് ഞാൻ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, നേരത്തെ മറ്റ് പ്രാസംഗികർ പറഞ്ഞതുപോലെ നമുക്കേവർക്കും പ്രിയങ്കരനായ ഒരു വ്യക്തിത്വമായിരുന്നു എഴുകുന്ന ഗോപിനാഥൻ ചേട്ടൻ. അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും പുരോഗമന കലാസാഹിത്യത്തിന്റെയും അതോടൊപ്പം CPM-ന്റെയും ഒക്കെ സജീവ പ്രവർത്തകനായിരുന്നു. നമ്മളെ സംബന്ധിച്ച്, എഴുപനക്കാരെ സംബന്ധിച്ച് നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നത് നമ്മുടെ നാട്ടുകാരൻ. അദ്ദേഹം ഈ വിദ്യാലയത്തിൽ പഠിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ മാജിക് ഷോ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. സ്കൂളുകളിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലയളവില് എഴുപിന്ന ഗോപിനാഥിന്റെ മാജിക് ഷോ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഞങ്ങൾ പോയി അദ്ദേഹത്തിന്റെ അന്ന് ഇത്രയധികം മാജിക് ഷോയുടെ പ്രചാരണം ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും ജനങ്ങളെ വിസ്മയിച്ചുകൊണ്ട് അദ്ദേഹം മാജിക്കിലൂടെ ഒട്ടനവധി കലാരൂപങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സജീവ പ്രവർത്തകരും ഭാരവാഹിത്വവും അതോടൊപ്പം തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതൃനിരയിലുള്ള ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ശ്രീ ഗോപിനാഥൻ ചേട്ടൻ. അദ്ദേഹത്തെ നമുക്കറിയാം. ഈ വിദ്യാലയത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ, ഒന്ന് ബാബുച്ചേട്ടൻ, ഒന്ന് ജെസ്പി, 2 രാധ ടീച്ചറിന്റെ അനിയത്തി, അവരൊക്കെ തന്നെ ഈ വിദ്യാലയത്തില് HM-ആയിട്ട് ഇരിക്കുകയും ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുക്കാനായിട്ട് വളരെയധികം സഹായങ്ങൾ വിദ്യാർത്ഥികൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ യുക്തിവാദി സംഘത്തിന്റെ ഒരു നേതൃത്വത്തിലിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം നമ്മുടെ ഈ അമ്പലങ്ങളിൽ ഉത്സവം നടക്കുന്ന സമയങ്ങളിലൊക്കെ വരാറുണ്ട്. ഞാനും അദ്ദേഹത്തെ കൂടെ സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ അവയവങ്ങൾ മെഡിക്കൽ ബോർഡിന് കൊടുക്കുകയും അത് ഡോക്ടർമാർക്ക് പഠിക്കുവാനുള്ള ഒരു അവസരം കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചിന്താഗതികളും ആശയങ്ങളും നമ്മുടെ പുതുതലമുറയ്ക്ക് ഒരു ആവേശമായിട്ട് എന്നും നിലകൊള്ളും. അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നമുക്കറിയാം. എറണാകുളത്ത് ലൈബ്രറി കൗൺസിലും അദ്ദേഹത്തിന്റെ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അറിയാം. ഒട്ടനവധി വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ശ്രീ ഗോപിനാഥൻ ചേട്ടൻ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി.